ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അജ്മൽ ഇവോ ഗോൾഡ് എഡിഷൻ. ഓക്കെ, ഇത് പ്രഡാലോം ഇതിൻ്റെ ക്ലോണാണെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അജ്മലിൻ്റെ ഷോറൂമിലൊക്കെ പോയി ടെസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നും എൻ്റെ അടുത്ത് ഇത് ക്ലോണാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ റിവ്യൂ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാക്കി. ഇത് ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാട്ടോ വാങ്ങിച്ചത്. ആദ്യം ഇതിലോ റെഡി അടിക്കട്ടെ. ചെറിയൊരു കഫ് കെട്ടുണ്ട്. സ്കിന്നിൽ രണ്ടും ഒരു 95% സിമിലറാണ്. പക്ഷേ ഇതിൽ നമുക്കൊരു ഡയറക്റ്റായിട്ട് മനസ്സിലാവുന്ന കാര്യം ഇത് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ളതാണ്. ആ ഒരു സിന്തറ്റിക് ഫീല്, ആ ഒരു മൂക്കിലേക്ക് തുളച്ച് കയറുന്ന ഒരു ഫീല്, മൂക്കിലേക്ക് ആ സിസ്റ്റത്തിൽ കയറുന്ന ഒരു ഫീൽ ഇതിലുണ്ട്. ഈ സാധനത്തിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് 2, 3, ഒരു 4 അടിയിൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരുന്നുണ്ട്. ഇതിട്ടാ ഈ ക്ലോൺ എന്ന് പറഞ്ഞ സാധനം. ഇത് മറ്റേ പ്രാഡാലോം ഒറിജിനൽ, ഇത് എത്ര അടിച്ചാലും തലവേദന വരുന്ന സെൻ പ്രൊഫൈലല്ല. പക്ഷേ ഇതിൻ്റെ സിന്തറ്റിക് നേച്ചർ കാരണം 2, 3 അടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റത്തിൽ കയറി അങ്ങനെ തലവേദന വരിക എന്ന് പറഞ്ഞാൽ അത്ര എക്സ്ട്രീംലി സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആയാലാണ് എനിക്ക് തലയിൽ ഇങ്ങനെ ഈ സൈഡിൽ ഒരു വേദന ഇങ്ങനെ കയറി വരും. അത് ഈ പെർഫ്യൂമിനുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 അല്ലെങ്കിൽ 2, 3 അടിയിലെ കൂടുതൽ അടിക്കാറില്ല. പക്ഷേ ഈ പെർഫ്യൂമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഞാൻ കൂടുതലും പ്രാഡ ഒരു 4-5 അടി അടിക്കും, ഇതൊരു 2 അടി അടിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാഡ ഒറിജിനലിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞത് അതൊരു സബ്റ്റിലും ഒരു സെറ്റിൽഡും ഒരു വല്ലാണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യൂല. അപ്പം നമ്മുടെ നാട്ടിൽ ക്ലൈമറ്റിൽ ഒന്ന് പുറത്തേക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്ഷനുള്ള ഒരു പെർഫ്യൂമാണിത്. ആ 2 അടി അടിച്ച് കഴിഞ്ഞാൽ ആ 2 മണിക്കൂർ ഇതിന് കുഴപ്പമില്ലാത്തൊരു ഒരു ബ്ലാസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ 2 മണിക്കൂറോളം ഒന്ന് പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു 2 സ്പ്രേ അടിക്കും. കണ്ടോ, ആ നാച്ചുറലും സിന്തറ്റിക്കും തമ്മിൽ, അല്ലെങ്കിൽ ഇത് വെൽ മെയ്ഡാണ്, ഇതൊരു ഒരു ക്വാളിറ്റി ചെക്കിലൂടെ ഉണ്ടാക്കിയതാണെന്നുള്ളതിൻ്റെ ഒരു 100% ഒരു ഡിഫറൻസ് ഇതിലുണ്ട്, വ്യത്യാസത്തിലുണ്ട്. ഇത് നമ്മൾ സ്നിഫി അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അത്രയും അഡിക്റ്റീവ് സ്മെല്ലാണ്. ഇത് സെൻ പ്രൊഫൈല് 1:1 ഒരു 95-90 ഒരു 85% പിടിക്കാം. നമുക്ക് എന്താവും ഓർമ്മയിൽ വെച്ച പ്രാഡാലോം തന്നെയാണ്. എങ്ങടാണ് പോണത്, ഇത് എവിടേക്ക് എത്തും എന്നുള്ളതൊക്കെ തന്നെ പ്രാഡാലോം തന്നെയാണ് നമുക്ക് സാധനം ഓർമ്മിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ കൂടി വരുന്ന കാര്യം. പക്ഷേ ഡയറക്റ്റ് കമ്പാരിസൺ ആണ് നോക്കുമ്പോൾ ഇത് സുപ്പീരിയർ ആണ് കേട്ടോ. ഒറിജിനലാണ് ഈ സാധനം. ഇതിനിപ്പോൾ വില 3000 അടുപ്പിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 1500 രൂപക്കൊക്കെയാണ്. എന്തോ അത്ര വലിയ പൈസ ഞാൻ കൊടുത്തിട്ടില്ല. ഓൺലൈനിൽ എങ്ങനെ എന്തോ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഏത് സൈറ്റിനകത്ത് തീരെ നയിക്കാന്നോ എവിടുന്നാന്നൊരു പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ. പക്ഷെ ഇത് വാങ്ങിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ടെസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അജ്മലിൻ്റെ ഷോറൂമിൽ പോയിട്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ക്ലോണാണെന്നുള്ളത്. ആ വിലക്കൊത്തിട്ട് ക്ലോണാണോ ചോദിച്ചു കഴിഞ്ഞാൽ സിന്തറ്റിക് അതിൻ്റെ പേരിൽ ആ വില ഭയങ്കര സിന്തറ്റിക്കാണ്. നമുക്ക് ഇപ്പോൾ നല്ല പെർഫ്യൂംസ് ഉപയോഗിച്ച് ശീലമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പെർഫ്യൂംസ് കുറച്ച് ക്വാളിറ്റിയുള്ള പെർഫ്യൂംസ് ഉപയോഗിച്ച ആൾക്കാണെങ്കിൽ തീരെ ബെയർ ചെയ്യാൻ പറ്റില്ല. അല്ല ബിഗിനറാണ്, പെർഫ്യൂംസിൻ്റെ സെൻ പ്രൊഫൈൽ മാത്രം പറ്റുന്ന ആളുകളാണ്, സിന്തറ്റിക്കാണ്, ക്വാളിറ്റി നോക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസും പ്രൊജക്ഷനുള്ള ഒരു പെർഫ്യൂം. പ്രാഡാലോം എന്താണോ അതിൻ്റെ DNA, അതിൻ്റെ സെയിം DNA, അതിൻ്റെ സിമിലറാണ്. ഒരു 85-90 അതിൻ്റെ ഉള്ളിൽ നിൽക്കും. പക്ഷെ പ്രാഡാലോമിനേക്കാളും പ്രൊജക്ഷനും പെർഫോമൻസും ഉണ്ട് കേട്ടോ. പെർഫോമൻസ് ഒന്ന് കൂടുതൽ പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് 2 അടി അടിക്കാറ്. ഇതൊരു 2-2.5-3 മണിക്കൂർ തന്നെ അല്ല. ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ ഭയങ്കര കുറച്ച് ഹെവി ആയിട്ടുള്ള പ്രൊജക്ഷൻ സൈഡിലുണ്ട്. ഞാൻ AC എൻവയറോൺമെൻറ്റിലാണ് കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടി നല്ല പ്രൊജക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6-7-8 മണിക്കൂറോളം ഇത് ലാസ്റ്റിംഗ് ഉണ്ട്. രാവിലെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുള്ള വിഷയം, ഇത് മാത്രമായിട്ട് അടിച്ചു പോണ ദിവസം ഞാൻ രാവിലെ എൻ്റെ ഓഫീസിൽ കയറി 9.5 മണിക്കൂർ ഷിഫ്റ്റിന് ശേഷം ഷർട്ട് ഊരുമ്പോഴൊക്കെ ആ സ്മെല്ല് അവിടെ നിൽക്കാറുണ്ട്. ഇപ്പോൾ ഈ ആൽക്കഹോളിൻ്റെ ഇപ്പോൾ 4 മിനിറ്റ് ആയാലും വീഡിയോ ആച്ചു
ആ ആൽക്കഹോളിൻ്റെ ഇത് ഒന്ന് സെറ്റിൽഡായി ഏതാണ്ട് മറ്റേ കുറച്ച് സബ്റ്റിലായിട്ടുള്ള ആ ഒരു ഇതൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഒരു കുഴപ്പമില്ലാത്ത വിധം എടുത്തിട്ടുള്ള ഒന്ന് ഓപ്പണിംഗ് അന്ന് ബെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊക്കെ നമുക്ക് പ്രാഡലോമിനേറ്റ് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സെൻ പ്രൊഫൈലായിട്ട് മാറുന്നുണ്ട്. ആ ക്ലീൻ ആയിട്ടുള്ള ആ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടി ഉള്ള ഞാൻ പറഞ്ഞിട്ടുള്ള പ്രാഡലോമിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. സെൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നോട്ട്സും കാര്യങ്ങൾ ഒന്നും കൂടി ഒന്നും കുറഞ്ഞ അങ്ങനെയൊന്നുമില്ല. പ്രാഡലോമിനെ പോലെ ചില നേരത്തെ ഇതിൽ കാർഡമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്കായ അത് ഇത്തിരി കൂടി നിൽക്കുന്നുണ്ട്, കുറച്ച് സ്പൈസി നോട്ട് കൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൽ നിന്ന് സ്പൈസി എന്നുള്ളത് മാറ്റിയിട്ട് ക്ലീൻ ആയിട്ട് തന്നെ എടുക്കുന്നത്, അതിൻ്റെ പുറത്തേക്ക് ചാടിയിട്ടൊന്നുമില്ല. പക്ഷേ പ്രാഡലോം ഇത് ടെസ്റ്റ് ചെയ്ത ആൾ ഇതന്നെ പ്രാഡലോം എന്ന് വിചാരിക്കരുത്. പ്രാഡലോം ഇത്തിരി കൂടി ഫീൽ തരുന്ന ഒറിജിനലായിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂം തന്നെയാണ്. ഓക്കെ, എന്നാൽ ശരി. ഇത് ഞാൻ ബ്ലൈൻഡായിട്ട് സജസ്റ്റ് ചെയ്യണില്ല. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ട്രൈ ആക്കി നോക്കി ഒരു ഡീക്കൻഡോ അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ വകുപ്പുണ്ട്, ട്രൈ ആക്കാൻ വകുപ്പുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളി. ഇതങ്ങനെ നിങ്ങളെ പോയിട്ട് പെടുത്തുന്നില്ല, അത് കുറച്ച് സിന്തറ്റിക്കാണ്. നോക്കിക്കോളിയും. എന്നാൽ ശരി, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.